ഒരുപാട് കൺട്രീസിലൊക്കെ ട്രാവൽ ചെയ്തിട്ട് അവിടുത്തെ എല്ലാം സ്പെഷ്യൽ ഫുഡ് എന്താണ് അത് കഴിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫുഡ് ഏതായിരിക്കും? ബേസിക്കലി ഓരോ കൺട്രീസിലും അത് അവിടെ ഭയങ്കര എക്സ്പെൻസീവ്. എനിക്ക് ഇപ്പോൾ പോളണ്ടിൽ പോയപ്പോൾ ചീസ് കേക്ക് എനിക്ക് അവിടുത്തെ ഭയങ്കര ഡെലീഷ്യസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പം അതേപോലെ തന്നെ ചൈനയിലെ ചൈനീസ് വൈനുകളുണ്ട്, ഭയങ്കര പ്രീമിയം വൈനുകളാണ്. അപ്പോൾ അതാണ് അവിടെ പ്രീമിയം വൈൻസാണ് കൂടുതലും ഭയങ്കര എക്സ്പെൻസീവായിട്ടൊക്കെ കൺസ്യൂം ചെയ്തിട്ടുള്ളത്. ഫുഡിലിപ്പം ഈ പറഞ്ഞ കണക്ക് ചൈനയിൽ ക്രോക്കഡൈൽ ബീറ്റൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നമുക്കൊരു ഒക്കേഷനിൽ മാത്രമാണ് തന്നിരിക്കുന്നത്. പിന്നെ അതേ കണക്ക് അറേബ്യൻ രാജ്യങ്ങളിലെ ക്യാമൽ മീറ്റ് അത് ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ കൺട്രികളുടെയും ഓരോ ഡെലീഷ്യസ് ഫുഡും അവരുടെ ഡ്രിങ്കും. ഇപ്പോൾ ഫുഡ് ആൻഡ് ബിവറേജസ് ആണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബിവറേജ് എന്ന് പറയുന്നത് തെങ്ങുകളിലാണ്. ഈ തെങ്ങുകൾ നാച്ചുറലി ഫെർമെൻറ്റ് ചെയ്ത് വരുന്നത്. അതിനൊരു ആൽക്കഹോൾ പരിവേഷം കൊടുത്ത് ഇങ്ങനെ മാറ്റി നിർത്തണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അത് നാച്ചുറലി വരുന്നത് തേൻ പോലെ തന്നെ. തേനിന് മധുരമുണ്ട്. അത് ഇപ്പോൾ ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ എഴുതി തള്ളാൻ പാടില്ലല്ലോ. ഇറ്റ്സ് എ നാച്ചുറൽ മെയ്ഡ് ഹണി, നാച്ചുറൽ അവർ. അപ്പം ഇങ്ങനെ നാച്ചുറലി ഫെർമെൻറ്റ് ചെയ്ത് വരുന്ന ഈ പറയുന്ന ടോഡിയെ എങ്ങനായിരിക്കണം ഗവൺമെൻറ് ഷോക്കേസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇറ്റ് ഷുഡ് ബി എ പ്രീമിയം. ഇവിടെ ആകെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വ്യക്തിത്വത്തിൽ സംസാരിച്ച് പറഞ്ഞു, ഷെഫ് ഇതിനും വേണ്ടി ഇവിടെ പ്രൊഡക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതല്ലേ അതിൻ്റെ ബിസിനസ്. പ്രൊഡക്ഷൻ ഇല്ല, ലിമിറ്റഡ് ആണ്.